എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. അകത്ത സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളതാണ് മനുഷ്യജീവിയെന്ന് നിരന്തരം എഴുതുകയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്ത കമല സുരയ്യ. അവരുടെ ജീവിത മുദ്രാവാക്യം സ്നേഹമായിരുന്നെങ്കിൽ രാഷ്ട്രീയ മുദ്രാവാക്യം കൂടി കേൾക്കണം. 1984 പൊതു തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പൊടുന്നനെ അവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അന്ന് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്: ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ വിലയേറിയ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തൂ. സ്നേഹമെന്ന മതത്തിൽ വിശ്വസിക്കുന്ന ഏക സ്ഥാനാർത്ഥി കമലാദാസ് എന്ന മാധവിക്കുട്ടിക്ക് ഉദിച്ചുയരുന്ന സൂര്യൻ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. അതായത് സ്നേഹമായിരുന്നു മാധവിക്കുട്ടിയുടെ ലോക്സഭാ മണ്ഡലം. സ്നേഹിക്കുന്നവരെല്ലാം വോട്ടർമാരും. ആ സാങ്കല്പിക ലോകത്തു നിന്നാണ് മാധവിക്കുട്ടി വോട്ടഭ്യർത്ഥിച്ചത്. എനിക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയക്കാരുടെ പിന്തുണയുമില്ല. എനിക്ക് കാശില്ല, മതമില്ല, വർഗീയതയില്ല. സ്നേഹം മാത്രമാണ് എൻ്റെ മതം. തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കെ ഒരു വൈകുന്നേരം എതിർ സ്ഥാനാർത്ഥികളെയെല്ലാം സംവാദത്തിന് ക്ഷണിച്ച് അന്നത്തെ ഈ VJT ഹാളിൽ കമലാദാസ് കാത്തിരുന്നു. വരാമെന്നേറ്റ ഇടതു സ്ഥാനാർത്ഥി നീലലോഹിതദാസ് നാടാരും കോൺഗ്രസ് സ്ഥാനാർത്ഥി A. ചാൾസും അവസാന നിമിഷം പിന്മാറി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവിടേക്ക് എത്തിയത്. ബാക്കി 10 കസേരകളും ഒഴിഞ്ഞു കിടന്നു. അന്ന് പിന്നെ ചാൾസ്, ഞാൻ, പിന്നെ ഈ പറഞ്ഞ ഹിന്ദു മുന്നണി കേരളവർമ്മ രാജ, മത്സരരംഗത്ത് സജീവമായുണ്ടായിരുന്ന ഞങ്ങൾ 3 പേരുമാണ്. നാലപ്പാടിൻ്റെ അമ്മ എന്നുള്ള നിലയിലും PM നായരുടെ മകളെന്നുള്ള നിലയിലും എനിക്ക് നേരത്തെ അവരെ അറിയാം. പ്രചരണത്തിനിടയെ കണ്ടിട്ടില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോഴോ അതിൻ്റെ സ്കൂട്ടി നടക്കുമ്പോഴോ ഒക്കെ കണ്ടു. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത് അവർ ഈ കേരള ശബ്ദത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു പഴയ കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ ഇവരെ തന്നെ ശ്രദ്ധിക്കുന്നത്. കമലദാസിന്റെ ഭാവനാ ലോകത്തിൽ ആകൃഷ്ടരായ വോട്ടർമാർ തുലോം തുച്ഛം മനുഷ്യരാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവരെ ബോധ്യപ്പെടുത്തി. 7 ലക്ഷം വോട്ടർമാരുണ്ടായിട്ടും ലഭിച്ചത് 1786 വോട്ട് മാത്രം. 14 സ്ഥാനാർത്ഥികളിൽ 8ാം സ്ഥാനം. തോറ്റപ്പോൾ കമലദാസ് പറഞ്ഞു, ജനങ്ങൾക്ക് എന്നെ വേണ്ടാത്തത് കൊണ്ട് തോറ്റു. തിരഞ്ഞെടുപ്പിൽ വിജയമോ പരാജയമോ ഒരു പ്രശ്നമല്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് നല്ലൊരു പുസ്തകം എഴുതാം. 1984 പരാജയത്തോടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പിന്മാറിയ കമല സുരയ്യ ഗോഡ്സോൺ പാർട്ടി എന്നും പിന്നീട് ലോക്സേവാ പാർട്ടി എന്നും തിരുത്തി പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായി എത്തി. സ്നേഹം, ത്യാഗം, സേവനം മുദ്രാവാക്യം. യുവാക്കളോടും സ്ത്രീകളോടും പാർട്ടിയിൽ ചേരാൻ അവർ ആഹ്വാനം ചെയ്തു. ഒന്നും സംഭവിച്ചില്ല. എന്റെ കഥയെയും നിർമാതളം പൂത്ത കാലത്തെയും ചന്ദനമരങ്ങളെയും എല്ലാം സ്നേഹിച്ച മനുഷ്യർ പക്ഷേ കമല സുരയ്യയുടെ സ്നേഹം കൊടിയടയാളമായ രാഷ്ട്രീയത്തോട് മാത്രം അകന്നു നിന്നു. അവരുടെ മരണത്തോടെ ആ പാർട്ടിയും അതിൻ്റെ മുദ്രാവാക്യവും ഇല്ലാതായി. എങ്കിലും ചുറ്റിലും ഇരുട്ട് പടരുന്ന ഈ കാലത്ത് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് അവർ ഇവിടെ തന്നെയുണ്ട്.